ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം പ്രൊഡക്ട്സ് ആയിക്കഴിഞ്ഞാൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കൂടുതൽ പേരും അങ്ങനെ കുറച്ചധികം പ്രൊഡക്ട്സ് കാണിക്കുന്ന വീഡിയോസ് കാണാനാണ് താല്പര്യപ്പെടുന്നത്. അതുമാത്രമല്ല, ഒരുപാട് പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് കൊടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വാങ്ങിക്കാനും നോക്കാനും ഒക്കെ കൂടുതൽ എളുപ്പം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതൊരു വിൻറ്റേജ് ലുക്കിൽ വരുന്ന ഒരു ടിഷ്യൂ ബോക്സാണ് കേട്ടോ. ഈ പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നെസ്റ്റേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിലാണ്. പക്ഷേ അതിനകത്ത് റേറ്റ് ഞാൻ കണ്ടത് 800 സംതിങ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനത് വാങ്ങിച്ചില്ല. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ ഇതേ പ്രൊഡക്റ്റ് മീഷോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ പഴയ റേഡിയോയുടെ ഒരു ടച്ചാണ് വരുന്നത്. അപ്പോൾ മീഷോയിൽ ഇതിൻ്റെ പ്രൈസ് 197 റുപ്പീസാണ് കേട്ടോ. ഞാൻ ചുമ്മാ ആമസോണിൽ നിന്ന് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടത് 298 റുപ്പീസാണ്. ഇതിൻ്റെ 3 കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. മീഷോയിലും ഇതേ കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്കിത് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ടിഷ്യൂ വെച്ച് അടയ്ക്കാം. അല്ലെങ്കിൽ ഈ ഹോളിലൂടെ തന്നെ ടിഷ്യൂ അകത്തിട്ട് നമുക്കിതുപോലെ എടുക്കാനായിട്ട് പറ്റും. നമുക്കിത് വാഷ് ബേസിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു ഡെക്കോർ ഐറ്റമായിട്ടും യൂസ് ചെയ്യാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് ബൗൾ ആൻഡ് സ്പൂണിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. 4 സ്പൂണും 4 ബൗളുമാണ് വരുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ വരുന്നത്. ഇത് BPA ഫ്രീ ആണ്. പിന്നെ മൈക്രോവേവ് സേഫ് കൂടിയാണ് കേട്ടോ. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സെറാമിക് ആണെന്ന് വിചാരിക്കും. പക്ഷേ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് സാലഡ്സ്, ഡെസേർട്ട്സ്, നട്ട്സ് ഇതെല്ലാം സെർവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കൂടെ തന്നെ ഇതുപോലെ 4 സ്പൂണും വരുന്നുണ്ട്. അതും പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ കളറും അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റും പിങ്കും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 280 റുപ്പീസാണ്. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് കുറേ നാളായി ഡെലിവറി ചെയ്തിട്ട്. പക്ഷേ നമ്മൾ നാട്ടിലായതുകൊണ്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു ബിസ്ക്കറ്റ് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ ഇത് വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കണ്ടെയ്നേഴ്സിൻ്റെ അതേ ഒരു മോഡലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓഫ് വൈറ്റ് കളറിൽ ഇതുപോലെ പ്രിൻ്റ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. മെറ്റലാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ലിഡ് പക്ഷേ വുഡൻ ലിഡാണ് വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൻ്റെ ലിഡിൽ തന്നെ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. നമ്മൾ സ്ക്രബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. നമുക്ക് സ്നാക്സും ബിസ്ക്കറ്റ്സൊക്കെ സ്റ്റോർ ചെയ്യാം. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ്സൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് 499 ആ ഒരു റേഞ്ചിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിന് വേർത്താണ്. എന്തായാലും നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. വേണ്ടവർ വാങ്ങിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതൊരു കിച്ചൺ റാക്കാണ് കേട്ടോ. നമുക്കിത് കുറേ രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കട്ടിംഗ് ബോർഡൊക്കെ നമുക്ക് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വീതി കുറഞ്ഞിട്ടുള്ള പാൻസൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് ക്രോക്കറി ഷെൽഫിനകത്ത് പ്ലേറ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത് വരുന്നത് മെറ്റൽ മെറ്റീരിയലിലാണ്. 4 ഷെൽഫ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ ഹെവി ആയിട്ടുള്ള പ്ലേറ്റ്സൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് വിത്ത് സ്റ്റാൻഡ് ചെയ്യേണ്ടി കേട്ടോ. കാരണം ഈ പ്ലേറ്റ്സൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള പ്ലേറ്റ്സാണ്. പിന്നെ ഞാൻ ഇതുപോലെ കട്ടിംഗ് ബോർഡ്സൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും അല്ലെങ്കിൽ ഇതുപോലെ ലിഡ്സ് നമുക്കിതുപോലെ വെക്കാനായിട്ട് പറ്റും. ക്യാബിനറ്റിനകത്തോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ തന്നെ നമുക്ക് നീറ്റായിട്ട് വെക്കാൻ പറ്റും. നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 222 റുപ്പീസാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന കുറച്ച് ടൂൾസും അതിൻ്റെ ഹോൾഡറായിട്ട് വരുന്നൊരു സെറ്റാണ് കേട്ടോ.
അപ്പോൾ ഞാൻ മീഷോയിൽ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ക്ലാസി ലുക്കായിട്ട് തോന്നി, കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കുന്നു തോന്നി, അതുകൊണ്ടാണ് വാങ്ങിച്ച് നോക്കിയത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഇതുപോലൊരു കുഞ്ഞ് വിസ്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലൊരു കുഞ്ഞു നൈഫ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽസിനൊന്നും ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സിസേഴ്സ് ഉണ്ട്. അടുത്തത് വരുന്നത് ഈ ഒരു സോഡ ഓപ്പണറാണ്. അപ്പോൾ ഇത് മാത്രം അത്രയ്ക്ക് നമ്മൾ യൂസ് ചെയ്യില്ല എന്ന് തോന്നുന്നു ഇതിനകത്ത്. പിന്നെ വരുന്നത് ഈ ഒരു പീലറാണ്. പീലറും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 393 റുപ്പീസാണ്. പിന്നെ കൂടെ തന്നെ ഈ ഒരു ഹോൾഡറും വരുന്നുണ്ട്. അപ്പോൾ ഹോൾഡർ പ്ലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത്. ഇതുപോലെ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുമ്മാ ഈ പ്രൊഡക്റ്റ് ആമസോണിലൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടത് 699 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നല്ല ക്വാളിറ്റിയിലാണ് മീഷോന്ന് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ നൈഫും സിസേഴ്സും പീലറും ഒക്കെ. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാനും വെക്കാനൊക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻ കേസ് നനവുണ്ടെങ്കിൽ വെള്ളം പോകാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഫ്രിഡ്ജ് കണ്ടെയ്നറായിട്ടും യൂസ് ചെയ്യാം. 4 കണ്ടെയ്നറാണ് വരുന്നത്. 4ൻ്റെയും ലിഡ് വരുന്നത് ഡിഫറെൻറ്റ് കളേഴ്സിലാണ്. 4ഉം ഡിഫറെൻറ്റ് സൈസിലുമാണ് കേട്ടോ വന്നിട്ടുള്ളത്. ലിഡിന് ഇതുപോലെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടെയ്നർ വരുന്നത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്. അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സാണ്. പ്രൈസ് വരുന്നത് 169 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ സെറ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഇതും ഒരു ഫ്രിഡ്ജ് കണ്ടെയ്നർ തന്നെയാണ് കേട്ടോ. ഇതൊരു സിംഗിൾ കണ്ടെയ്നറാണ്. അതിനകത്ത് 6 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 154 റുപ്പീസാണ്. ഇത് നമുക്ക് കുറേ രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില ഇതൊക്കെ വേറെ വേറെ ബോക്സാക്കി സെപ്പറേറ്റ് ആയിട്ട് ഇടാനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ താളിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എടുക്കാനായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു കണ്ടെയ്നർ മാത്രം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഓരോ ബാസ്ക്കറ്റ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ കമ്പാർട്ട്മെൻറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് സിംഗിൾ ബോക്സ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു സെറാമിക് ജാറിൻ്റെ സെറ്റാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഈ പാറ്റേണിലുള്ളതല്ല ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ വന്നത് ഈ ഒരു പാറ്റേൺ ആണ്. പക്ഷേ ഈ പാറ്റേണും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ വിചാരിച്ചത് ഗ്ലോസി ഫിനിഷ് ആയിരിക്കുന്നതാണ്. പക്ഷേ ഇത് ഗ്ലോസി ഫിനിഷ് അല്ല, ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ വുഡൻ ലിഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിന് വരുന്ന പ്രൈസ് 608 റുപ്പീസാണ്. പിന്നെ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ ആമസോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെ ഒരു ജാറിന് വരുന്ന പ്രൈസ് 599 ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര റീസണബിൾ ആയിട്ടാണ് കേട്ടോ നമുക്ക് മീഷോന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല പാക്കേജിങ്ങിലുമാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഇരട്ടി വിലയാണ് പല സൈറ്റ്സിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ലിഡ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. നല്ല എയർ ടൈറ്റ് ആണ്. അതുപോലെ വുഡൻ ലിഡാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ മാത്രം ഡിഫറൻസ് വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തതിൽ. പക്ഷെ എനിക്കിതും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് ടീ, ഷുഗർ അല്ലെങ്കിൽ സോൾട്ട്, പുളി ഇതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ. ഓരോന്നും 0.5 ലിറ്റേഴ്സാണ് വരുന്നത് കപ്പാസിറ്റി.
അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ടീ കപ്പിൻ്റെ സെറ്റാണ്. 150 ml കപ്പാസിറ്റി വരുന്ന 2 കുഞ്ഞു കപ്പാണ് വരുന്നത്. അപ്പോൾ ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫുൾ ഗ്ലാസ്സിൽ വരുന്ന ടീ കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 168 റുപ്പീസാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് കപ്സാണ് കേട്ടോ, ചായക്കൊക്കെ പറ്റിയ കപ്പാണ്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഒട്ടും സമയങ്ങളത് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് അത്യാവശ്യം നല്ല പാക്കേജിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇതുപോലെയാണ് പാക്കേജിങ് വന്നിട്ടുള്ളത്. അതിനകത്ത് ബോക്സിനകത്തും ഇതുപോലെ ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു കോഫി കപ്പാണ്. അപ്പോൾ ഇതിൽ ഡബിൾ വാളാണ് കൊടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗിയും. പുറത്തുള്ള സ്പേസിൽ ഇതുപോലെ ഡ്രൈഡ് ഫ്ലവേഴ്സാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 268 റുപ്പീസാണ്. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഫുൾ ഗ്ലാസ് ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ മിക്കവരും യൂസ് മാത്രമല്ല നോക്കുന്നത്, എസ്തെറ്റിക് ആണോ എന്നുള്ളത് കൂടി നോക്കിയിട്ടാണ് ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു കോഫി കപ്പാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഒരു പാത്രമാണ് കേട്ടോ. നമുക്കിത് ഡയറക്റ്റായിട്ട് ഗ്യാസ് സ്റ്റൗവിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ 1-2 പേർക്ക് ചായയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ പാത്രം നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് 780 ml ആണ് കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ തന്നെ 250 ml, 360 ml, 480 ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 261 റുപ്പീസാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്ക്രൂവും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് അസംബിൾ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വെയിറ്റിലാണ് കേട്ടോ ഇതിൻ്റെ പാത്രം വരുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫ്ലെയിമിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു കട്ട്ലറി ഹോൾഡറാണ്. മെറ്റീരിയൽ വരുന്നത് വുഡാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 167 റുപ്പീസാണ്. ഇതിൽ 2 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. നമുക്ക് സ്പൂണും ഫോർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. നല്ല പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ഇത് തവി, കയ്യിൽ എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് 5 എണ്ണമാണ് വരുന്നത്. ഇത് നമുക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരെണ്ണമുണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ചോറൊക്കെ വിളമ്പാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ എണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ളതുണ്ട്. പിന്നെ ഇത് നമുക്ക് ദോശ, ചപ്പാത്തി ഇതൊക്കെ മറിച്ചിടാനായിട്ടുള്ളത്. അങ്ങനെ 2 എണ്ണം. അപ്പോൾ ഇങ്ങനെ 5 എണ്ണം വരുന്നൊരു സെറ്റായിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 169 രൂപയാണ്. പിന്നെ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എഡ്ജൊക്കെ കുറച്ച് ഷാർപ്പായിട്ടുള്ളത് പോലെയും തോന്നി. പക്ഷേ ഈ ഒരു പ്രൈസിന് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ജ്യൂസ് ഗ്ലാസിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല പാക്കേജിങ് ആയിരുന്നു, സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 6 എണ്ണമാണ് വരുന്നത്. മീഷോയിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 400 റുപ്പീസാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നോക്കിയ സമയത്ത് 600 ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഗ്ലാസും വരുന്നത് 300 ml ആണ് കേട്ടോ കപ്പാസിറ്റി. നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ് കേട്ടോ. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു സെറാമിക് ജാറിൻ്റെ സെറ്റാണ് കേട്ടോ. നല്ല പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ജാറുകളാണ് കേട്ടോ. എനിക്ക് സെറാമിക് സാധനങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കാറ്. അപ്പോൾ നമുക്ക് ഉപ്പ്, പുളി, മാങ്ങ ഇതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 467 റുപ്പീസാണ്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വേറെയും കളേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ആമസോണിൽ ജസ്റ്റ് ഒന്ന് പ്രൈസ് നോക്കിയതാണ്. അപ്പോൾ കണ്ടത് 750 റുപ്പീസാണ് കേട്ടോ. മീഷോന്ന് ഇത്രയും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ ഒട്ടും കുറവില്ലാതെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇതൊരു ട്രേ സെറ്റാണ്. 3 ട്രേസ് വരുന്നൊരു സെറ്റാണ് കേട്ടോ. പ്ലാസ്റ്റിക് മെറ്റീരിയലിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ താങ്ങുന്ന രീതിയിൽ തന്നെയാണ് ട്രേ ഉള്ളത്. ഇതിൻ്റെ വേറെ കളേഴ്സൊക്കെ അവൈലബിൾ ആണ്.
ഇതിൻ്റെ പ്രൈസ് വരുന്നത് 264 റുപ്പീസാണേ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ കഴിഞ്ഞ 2 വീക്സിൽ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണേ. എനിക്ക് പറ്റാവുന്നതാണെങ്കിൽ ഞാൻ അത് പർച്ചേസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാം. പിന്നെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള ഈസി റെസിപ്പീസ് ബൈ സഹലക്കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.